അങ്ങനെ നമ്മൾ പ്രൊമോയിൽ കണ്ട ആ ഒരു അടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ലൈവിൽ. അതായത് നമ്മൾ എപ്പിസോഡിലാണെങ്കിൽ നാളെ ആയിരിക്കും ഇത് കാണിക്കാൻ പോകുന്നത്, ഈ ഒരു പ്രൊമോയിൽ കാണിച്ച ആ ഒരു അടി. അപ്പോൾ അടി ഇപ്പോൾ തന്നെ കാണിക്കും, ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 3 പേർക്ക് ആ ഒരു ബാഡ്ജ് കിട്ടി. അതായത് നമ്മുടെ ആര്യനും ഷാനവാസിനും ബിന്നിക്കും ആ ഒരു ബാഡ്ജ് കിട്ടി. ബാഡ്ജ് കിട്ടിയ 3 പേരുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇത് പിടിച്ച് വാങ്ങാനായിട്ട്. അപ്പം നമ്മുടെ ആര്യന് ലാസ്റ്റ് സഖി കെട്ടു, ആര്യൻ പോയി ബാത്റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. ബാത്റൂമിൽ കയറാൻ പാടില്ലെന്നാണ് ഇവർ ബിഗ് ബോസ് എന്തായാലും കണ്ടിട്ടൊക്കെ വന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. ഇപ്പോൾ പല പ്രാവശ്യവും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആര്യൻ നിവർത്തികേട് കൊണ്ടെന്നാണെങ്കിൽ പറയാം പോയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ വാതിലിൽ കുറേ പേര് വന്ന് നിൽപ്പുണ്ട്, എല്ലാവരും വന്ന് നിൽപ്പുണ്ട്. അതേപോലെ തന്നെ ഷാനവാസും വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു കഷ്ടപ്പാട് സഹിക്കാൻ വയ്യാതെ എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ചെന്ന് ഈ ഒരു ബാഡ്ജ് ഊരി നമ്മുടെ ഒണിയൻ ബാബുവിൻ്റെ കയ്യിലേക്ക് ഈ ഒരു ബാഡ്ജ് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഇതെന്താ കൊണ്ടുവരുന്നത് പോലും അയാൾക്ക് മനസ്സിലായില്ല, ഒണിയൻ ബാബുവിന് മനസ്സിലായില്ല. ആ സമയത്ത് നമ്മുടെ അക്ബർ ഉണ്ടല്ലോ, അക്ബർ ഖാൻ, അദ്ദേഹം വന്ന് ഇത് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നമ്മുടെ ഷാനവാസിൻ്റെ ആ ഒരു ബാഡ്ജ് ഇപ്പോഴുള്ളത് അക്ബർ ഖാൻ്റെ കയ്യിലാണ് കേട്ടോ. അപ്പം ഈ ഒരു ടാസ്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വേണമെങ്കിൽ ബിഗ് ബോസിന് കൺവേർട്ട് ചെയ്യാം. കാര്യം ലാലേട്ടൻ ഇതിനു മുമ്പേ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഗെയിമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റ് ഉണ്ടാകാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതൊരു ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. അതായത് ഈ ഒരു ബാഡ്ജ് ആരാണ് കൂടുതൽ സേവ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അടി തുടങ്ങി, ആ അടി ഏത് രീതിയിൽ വേണമെങ്കിലും പോകാം. എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ഷാനവാസ് പുറത്തായിരിക്കുകയാണ്. ഇനി നമ്മുടെ അക്ബർ ഖാൻ്റെ അടുത്തോട്ടായിരിക്കും ബാക്കിയുള്ള ആളുകൾ പോകാൻ പോകുന്നത്. ഇനി എന്താണ് ലൈവിൽ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം.